ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഈ ഡിജിറ്റൽ ഏജിൽ നമ്മൾ നേരിടുന്ന വലിയ കൺസേണുകളിലൊന്നാണ് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ നോമോഫോബിയ. ഇന്നത് വളർന്നു വരുന്ന ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലാം മുതൽ നമ്മുടെ ക്യാമറ, നമ്മുടെ റേഡിയോ, നമ്മുടെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെയാണ്. അപ്പം നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഒരു സന്തത സഹചാരിയായി ഈ ഡിവൈസ് നമ്മുടെ കൂടെയുണ്ട്. ഉപയോഗത്തെ പോലെ തന്നെ ഇത് നമ്മുടെ ഒരുപാട് സമയം അപഹരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് ഒരു 40 ദിവസം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ എങ്ങനെ എന്നെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം നോക്കി. എന്നിട്ട് അതിൻ്റെ എനിക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഞാൻ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. അപ്പം ഇത് ഫോൺ അഡിക്ഷൻ എന്താണ്, ഫോൺ അഡിക്ഷൻ കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടെ നമ്മളെല്ലാം അവിടെ നിന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായും കമ്പൾസീവ് ചെക്കിംഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ, ഫോണിനകത്ത് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഫോൺ ചെക്ക് ചെയ്യുക. നമ്മൾ നിരന്തരം ഫോൺ ചെക്ക് ചെയ്യുന്നത് ഫോൺ അഡിക്ഷൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഒന്ന്, എക്സസീവ് സ്ക്രോളിങ് ആൻഡ് ബ്രൗസിങ്. നമുക്കറിയാം, ഈ റീൽസുകളുടെ കാലത്ത് നമ്മളൊരു റീൽസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പോയി ഇൻസ്റ്റാഗ്രാമിൽ പോയി അവിടെ കുറേ റീൽസ് കണ്ട് നമ്മൾ പോലും അറിയാതെ മണിക്കൂറുകൾ നമ്മൾ ഈ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഈ സാധനം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി പിന്നെ തിരിച്ച് വരുമ്പോഴത്തേന് എങ്ങനെയെങ്കിലും ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും നമുക്ക് ദിവസവും നഷ്ടപ്പെടാറുണ്ട്. അപ്പം അത് വളരെ കൂടുതലായിട്ട്, അത് നിയന്ത്രണത്തിന് അതീതമായിട്ട് വരുന്ന സമയത്ത് അതൊരു ഫോൺ അഡിക്ഷൻ്റെ സിംറ്റമാണ്. പിന്നെ സോഷ്യലി നമ്മൾ ഡയറക്റ്റ് ആളുകളുമായിട്ട് ഇൻറ്ററാക്ഷൻസ് ഇഷ്ടപ്പെടാതെ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് വെറുക്കാൻ തുടങ്ങുകയും നമ്മൾ അല്ലാതെ തരത്തിലുള്ള സോഷ്യലി ആളുകളോട് നേരിട്ട് കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, നമുക്ക് ഫോൺ അഡിക്ഷൻ്റെ ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ് അതും. വേറെ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ടാകാം. ഫോൺ അഡിക്ഷൻ മൂലവും അങ്ങനെ ഒരു കാര്യമുണ്ടാകും. അതായത് ഓൺലൈൻ ഇൻറ്ററാക്ഷൻസ് മാത്രം നമുക്ക് താല്പര്യമുള്ളൂ, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് കുറഞ്ഞു വരികയാണെങ്കിൽ. പിന്നീട് എപ്പോഴും ആങ്ഷ്യസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. ഇപ്പോൾ ചാർജ് ചെയ്യാൻ എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കുവാണെങ്കിൽ നമ്മൾ ഫോൺ എവിടെ എന്ന് ചോദിച്ചാൽ അസ്വസ്ഥരാണെങ്കിലും അതും ഫോൺ അഡിക്ഷൻ്റെ ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. നമ്മുടെ സ്ട്രെസ്സും ഇമോഷൻസും ഒക്കെ, നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് വരുമ്പോഴൊക്കെ അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അതിലൊരു ലക്ഷണങ്ങളിൽ പെടുന്നവയാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടാസ്കുകളും റെസ്പോൺസിബിലിറ്റീസും ഉള്ള സമയത്ത് അതൊക്കെ മറന്നിട്ട് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഫോൺ അഡിക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കമൻസോ അല്ലെങ്കിൽ നമ്മുടെ ലൈക്സോ ഒക്കെ ചെക്ക് ചെയ്യുന്ന നമ്മളുണ്ടെങ്കിൽ അതും നമ്മുടെ ഫോൺ അഡിക്ഷൻ്റെ സിംറ്റംസിൽ ഒന്നാണ്. ഇതൊക്കെ വളരെ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഒത്തിരി ഡീപ്പായിട്ട് പറയുന്നതല്ല, ജനറലായിട്ട് കാണുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നതാണ്. ഇതൊക്കെ നമ്മളിൽ പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. ഇതൊന്നും ഇല്ലാത്ത ആളുകളുമുണ്ട്, പക്ഷേ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇന്ന് ഫേസ് ചെയ്യുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണിത്. ഇത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാകുക അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകുക, ഈ ഫോൺ കോൺടാക്ട് ചെയ്യില്ലെങ്കിൽ ഭയങ്കര ലോൺലി ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുക, ഇതൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. 2, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആളുകളോടുള്ള ഒരു എമ്പതിയൊക്കെ നഷ്ടപ്പെടുക. പിന്നെ നമ്മൾ സോഷ്യലി നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക. ആരുമായിട്ടും അധികം കണക്ഷൻസ് ഒന്നുമില്ല. ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടില്ല, എപ്പോഴും മുറിയിലായിരിക്കും, ഒരു വെളിയിൽ ഇറങ്ങത്തില്ല, ആളുകളോട് കോൺടാക്ട്, വേറെ പല റീസൺസ് കൊണ്ടും ഉണ്ടാകാം, ഫോൺ അഡിക്ഷൻ കൊണ്ടും അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ അത് അവരെ വളരെ സോഷ്യലായിട്ടുള്ള കണക്ഷൻസൊക്കെ കുറച്ചിട്ട് പതുക്കെ ഫോണിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ഐക്ക് സ്ട്രെയിൻ ഉണ്ടാകുക, കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഹെഡ് ഏക്സ് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ പോസ്റ്ററിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻസ്, അപ്പോൾ നമ്മൾ ഫോൺ നിരന്തരം ഉപയോഗിക്കുന്ന കുട്ടികളെ അറിയാം, അവരെപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് അവരുടെ പോസ്റ്റർ കറക്റ്റ് അല്ലായിരിക്കും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. പിന്നെ നമ്മൾ ഉറക്കത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സ്ലീപ്പിംഗ് പാറ്റേൺസ് ഒക്കെ മാറ്റം വരിക, കറക്റ്റായിട്ട് നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഭയങ്കര മോശമായിട്ട് നമ്മുടെ ഡിവൈസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഫോൺ അഡിക്ഷൻ കൂടുതലുള്ള ആളുകളിൽ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോൺ നമ്മളെടുത്ത് ചെക്ക് ചെയ്യും, അവിടെ ഇരിക്കും, നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ നമുക്ക് പിന്നെ മടിയാവും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഭയങ്കര മോശമായിട്ട് ഫോൺ അഡിക്ഷൻ ബാധിക്കാറുണ്ട്.
അറ്റൻഷൻ സ്പാനിനെയും ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. നമുക്ക് ഒരു കാര്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റാതാവുക, മെമ്മറി ലോസ് ഉണ്ടാകുക, നമ്മുടെ ഓർമ്മയിൽ കുറവ് സംഭവിക്കുകയൊക്കെ ഈ ഫോൺ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന മറ്റ് സിംറ്റംസിൽ ലക്ഷണങ്ങളിൽ ഫോൺ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇഞ്ചുറീസ്. അത് നമുക്കറിയാം. ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളുകളെ നമുക്കറിയാം, ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളുകളെ അറിയാം. അപ്പം അങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളെ നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നപ്പോൾ ആക്സിഡൻറ്റ്സ് ആൻഡ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് അടുത്ത് നോക്കുന്ന പോയിന്റ്സ്. ഒന്ന്, സെറ്റ് ബൗണ്ടറീസ് ആൻഡ് ലിമിറ്റ്സ്. ഫോൺ ഫ്രീ സോണുകൾ നമുക്ക് ഉണ്ടാക്കുക. അതായത് നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്ന ബെഡ്റൂമിൽ നമുക്ക് വേണമെങ്കിൽ ഫോൺ അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നമുക്ക് അലാം സെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു അലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അലാം ക്ലോക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഫോൺ ഫ്രീ സോണുകൾ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്റ്റഡി ഏരിയയിൽ ഫോൺ കൊണ്ട് വെക്കാതിരിക്കുക, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോൺ വെക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, പിന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ചില ആപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഒരു നമുക്കറിയാം. പല ഫോണുകളിലും സെറ്റിങ്സ് ഉണ്ട്. പല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഇത്ര സമയത്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി റിമൈൻഡേഴ്സ് സെറ്റിങ്സിലുണ്ട്. ഒരു ക്വയറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമ്മൾ ടൈം സെറ്റ് ചെയ്യാം. നമ്മൾ ഇത്ര ടൈം യൂസ് ചെയ്യുന്നു നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ചേഞ്ചസിലൊക്കെ ചേഞ്ചസ് വരുത്താം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്കിൻ്റെ ടിങ് ബെല്ലും അല്ലെങ്കിൽ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ തോന്നും. നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് മൊബൈലിൻ്റെ കണക്ടിവിറ്റി ഓഫ് ചെയ്ത് വെക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കണക്ടിവിറ്റി ഓഫ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻ നമുക്ക് കുറയും. ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആളുകളുമായിട്ട് നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോൺ യൂസേജ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മൾ റിവാർഡ്സ് സെറ്റ് ചെയ്യുക. ഇത്ര സമയം യൂസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചില ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര മിനിറ്റ്സ് ഞാൻ ഫോൺ ചെക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 അവർ ഞാൻ യൂസ് ചെയ്യത്തില്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യും എന്ന് നമുക്ക് വിചാരിച്ചിട്ട് നമുക്കിത് ഫോണും മാറ്റിവെക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ വയ്യ ഫോൺ അഡിക്ഷൻ. എനിക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെക്കൊണ്ട് സ്വന്തമായി മാറ്റാൻ ഒട്ടും സാധിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അത്തരം സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഫോൺ അഡിക്ഷൻ ഒരു ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ നിയന്ത്രണങ്ങൾ വരുത്തി ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇതിൻ്റെ സയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായി വരും. അപ്പോൾ ഒരു 5-6 മാസം മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 40 ദിവസം ഫോൺ അഡിക്ഷൻ എനിക്ക് ഫോണിനോട് ഒരുപാട് ഇത് തോന്നിപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ടും എൻ്റെ സ്മോൾ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ലൂടെയാണ് ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് കൂടുതലും സെല് ചെയ്യുന്നത്. അതിൽ സ്റ്റാറ്റസുകളായാലും പോസ്റ്റുകളായാലും ഒക്കെ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ആണ് കൂടുതലും എനിക്ക് സെയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോൺ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പം ഒരു സമയത്ത് എനിക്ക് ഫോൺ അഡിക്ഷൻ കൂടുതലായി തോന്നിയ സമയത്ത് ഒരു 40 ദിവസം ഫോണിൻ്റെ യൂസേജ് ഞാൻ വളരെയധികം കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ വളരെ ട്രൈ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പം ഇത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത്. ആദ്യത്തെ സമയങ്ങളിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിനും ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. ഈ 2 അക്കൗണ്ടുകളായിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ 2 അക്കൗണ്ടുകളും ഞാൻ ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ആദ്യ ദിവസങ്ങളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ ഇല്ലാതെ വരുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതിയെ അതിനെക്കുറിച്ച് മറന്നു തുടങ്ങി. പതുക്കെ യൂട്യൂബിലോട്ടും പിൻട്രസ്റ്റിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ കൂടുതലും എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസിന് പിൻട്രസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് സമയം യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഓൾറെഡി ഞാൻ ബ്രേക്ക് സെറ്റിങ്സൊക്കെ മാറ്റം വരുത്തി. 10 മിനിറ്റ്സ് ബ്രേക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ എന്നെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ പതുക്കെ ഗ്രാജുവലി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും യൂട്യൂബിൽ ഉപയോഗവും കുറഞ്ഞു.
പതുക്കെ പിന്നെ എനിക്ക് ഫീലിംഗ് ഓഫ് മിസ്സിങ് നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഫോൺ യൂസേജ് കുറയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തൊക്കെയോ വാർത്തകൾ മിസ്സാകുന്നു, നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ആകുന്നില്ല എന്നൊക്കെയുള്ളൊരു മിസ്സിങ് ഔട്ട് ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞായിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് ഒന്നും ഞാൻ റീഡ് ചെയ്യുന്നില്ല. ഇവിടെ ഓൾറെഡി TV കണക്ഷൻസ് ഒരു 3-4 വർഷമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂസ് അറിയാൻ ഞാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംവിധാനം പിന്നെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയൊക്കെയായിരുന്നു അറിയുന്നത്. അപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ന്യൂസ് പേപ്പർ നന്നായി റീഡ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂസ് പേപ്പർ കൂടുതൽ റീഡ് ചെയ്യാൻ തുടങ്ങി, ബുക്സ് കൂടുതൽ റീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരുപാട് ബുക്കുകളുണ്ടായിരുന്നു. അപ്പം ആ ബുക്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് ഞാൻ എൻ്റെ സമയത്തെ ഫോക്കസ് ചെയ്തു. ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റി, ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റി. അതായത് ഞാൻ ഏത് ജോലി ചെയ്യുന്ന സമയത്തും എനിക്ക് ഫോണിൽ ശ്രദ്ധ കുറവായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എൻ്റെ 100% ഇട്ടിട്ടായിരുന്നു കൊടുക്കുന്നത്. മറ്റേ നമ്മളെപ്പോഴും ഡിസ്ട്രാക്ഷനാണ് നമ്മുടെ ഫോൺ. പിന്നെ ഫോൺ ചാർജ് ചെയ്യുന്ന സ്ഥലം മാറ്റിയിടാൻ തുടങ്ങി. ഫോൺ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്തു നിന്ന് ഒരുപാട് മാറ്റി ഫോൺ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഫോൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ കിച്ചണിലോ മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ എപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഫോൺ കാണുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി വെക്കാൻ തുടങ്ങി. അപ്പം ഈ 40 ദിവസത്തെ ഈ ഫോൺ നമ്മൾ മാറ്റി വെച്ചത് എന്നെ ഒരുപാട് പേഴ്സണലി ഹെൽപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഫാമിലി തമ്മിലുള്ളൊരു ബോണ്ടാണെങ്കിലും നമുക്കത് കൂട്ടിയാൻ, കുട്ടികൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് കൂട്ടാനും ഒക്കെ, നമ്മൾ മറ്റേത് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ ഫോക്കസ്ഡ് ആകാൻ പറ്റി. പിന്നീട് ഞാൻ വീണ്ടും എന്തിനാണ് യൂസ് ചെയ്ത് ചോദിച്ചാൽ ആദ്യമേ ഞാൻ പോയിന്റ് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടിയാണ് എൻ്റെ ബിസിനസ് കൂടുതൽ നടക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി ആളുകൾ അറിയുന്നതൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ത്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കുകയാണ്. നിയന്ത്രണത്തിന് എനിക്കൊരു നിയന്ത്രണ വിധേയമായ രീതിയിൽ ഞാൻ ഫോണ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കുറച്ചാൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കത് നമ്മളിൽ തന്നെ വരുന്ന ചേഞ്ചസിനെ പറ്റി, നമ്മൾ ഒരുപാട് സമയം ഈ റീൽസുകളൊക്കെ അപഹരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ കമൻസും ലൈക്സും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. മറ്റ് നേരത്തെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് നിയന്ത്രിച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന്, നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്ത് പോസിറ്റീവായ ചേഞ്ചസ് എന്തൊക്കെ നമുക്ക് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാനും സാധിക്കും. പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ മിക്കവാറും മനസ്സിനകത്ത് റിമൈൻഡ് ചെയ്യും. പിന്നെയും നമുക്ക് അഡിക്ഷൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ ചെറിയ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഈ ആപ്പുകളൊക്കെ ഞാൻ ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്ത സമയത്ത് ഒരു 3 പേര് എനിക്ക് തോന്നുന്നു 3 പേര് അന്വേഷിച്ചു കാണും എന്നെ. നമ്മൾ ഈ അക്കൗണ്ടുകളൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്താൽ നമ്മളെ ഈ ഓൺലൈനിൽ കാണുന്ന മനുഷ്യരൊന്നും അന്വേഷിക്കത്തില്ല. നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്സും നമ്മുടെ ആളുകളും ഫാമിലിയും ഒക്കെ കാണുള്ളൂ ശരിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ശരിയാണ്, ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ എൻ്റെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സിന് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എൻ്റെ ചിന്താഗതിയെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ. എൻ്റെ ബിസിനസ്സിലുള്ള വളർച്ചയ്ക്കാണെങ്കിലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സമയം ഒരുപാട് അപഹരിക്കുന്ന ഒരു കാര്യവും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അഡിക്ഷൻ തോന്നുന്ന സമയങ്ങളിലൊക്കെ ടെമ്പററി ആയിട്ട് ഞാൻ ഒരാഴ്ചയെങ്കിലും ഡീആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിത് ഡീആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ആരും അന്വേഷിച്ച് വരും, ആൾക്കാർ നമ്മുടെ പോസ്റ്റുകൾ കണ്ടില്ലെങ്കിൽ സങ്കടം തോന്നുന്നൊന്നും കരുതുന്നുണ്ട്. അങ്ങനെ ആർക്കും തോന്നത്തില്ല. നമ്മൾ ഇതിൽ നിന്നും അറിഞ്ഞിരിക്കുന്നത് പോലും ആളുകൾ പലപ്പോഴും അറിയാറില്ല. അതുപോലെ നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ചിലപ്പം കാണുന്നില്ലല്ലോ, പോസ്റ്റുകളൊന്നും കാണുന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ്, എല്ലാവരും അവരുടേതായ ആവശ്യങ്ങളിൽ ബിസിയാണ്. നമ്മൾ ഇതിൽ നിന്ന് വിട്ടുനിന്ന് ആരും നമ്മളെ അന്വേഷിക്കാനൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഫോണിന് നമ്മൾ വയസ്സായിട്ട് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന സാധനമാണ്, ഒരു ഡിവൈസാണ്. അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമ്മളെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മുടെ സമയം ഒരുപാട് അപഹരിക്കുന്ന ഒരു ഡിവൈസ് കൂടിയാണ് ഈ ഫോൺ. അപ്പം ബുദ്ധിപൂർവ്വമായി ഫോൺ ഉപയോഗിക്കുക. ഫോൺ ഉപയോഗം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ, അഡിക്ഷൻ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ഇടവേളകൾ എടുത്തു നോക്കുക. അത് എത്രമാത്രം നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് മുൻപോട്ട് പോകാൻ സഹായിക്കുന്നുണ്ടെന്ന്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫോൺ അഡിക്ഷൻ ഇല്ലാത്തതും ഫോൺ ഡിവൈസിൽ എനിക്ക് ഒരുപാട് അഡിക്ഷൻ ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കേണ്ട. ഫോൺ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ. പക്ഷേങ്കിൽ ആ ബ്രേക്കിന് ശേഷം ഒരു നിയന്ത്രണം, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. എത്ര സമയം യൂസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇത്ര സമയം യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫോൺ മാറ്റി വെക്കണമെന്നൊക്കെ ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു ഈ കാര്യങ്ങൾ പറയാൻ ഞാൻ യോഗ്യയാണോ എന്ന്. പക്ഷേ ഇതെല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും നമ്മളെല്ലാവരും നിരന്തരം ദിവസം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടുമാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.